ഹായ് ഹലോ അച്ചൂസ് ബ്ലോഗ്സ് ആൻഡ് ഹെൽത്ത് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, തഴുതാമ എന്നത് ഒരു ഔഷധ സസ്യമാണ്. കേരളത്തിൽ ഇതിനെ തവിഴാമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സംസ്കൃതത്തിൽ പുനർനവ എന്ന പേരിലും അറിയപ്പെടുന്നു. തഴുതാമ കഴിച്ചാൽ പുനർജന്മം ലഭിക്കും എന്ന അർത്ഥത്തിലാണ് പുനർനവ എന്ന സംസ്കൃത നാമം ഇതിന് ഉപയോഗിക്കുന്നത്. തഴുതാമയുടെ ഏറ്റവും വലിയ ഫലം നീര് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. തഴുതാമ ഇന്ത്യയിലുടനീളം വഴിവക്കുകളിലും എളിംപ്രദേശങ്ങളിലും ഒരു കളസസ്യമായാണ് കാണപ്പെടുന്നത്. തഴുതാമ 4 ഇനങ്ങളിലായാണ് കാണപ്പെടുന്നത്. പുഷ്പങ്ങളുടെയും തണ്ടിന്റെയും നിറത്തെ ആധാരമാക്കി വെള്ള, ചുവപ്പ്, നീല, ഇളം പച്ച എന്നിങ്ങനെ 4 തരത്തിൽ കാണപ്പെടുന്നു. വെള്ളയും ചുവപ്പുമാണ് സർവ്വസാധാരണമായി കാണപ്പെടുന്നത്. നീലയും ഇളം പച്ചയും വളരെ അപൂർവമായേ കാണപ്പെടുന്നുള്ളൂ. വെളുത്ത തഴുതാമയും ചുവന്ന തഴുതാമയും വ്യത്യസ്ത കുടുംബങ്ങളിൽ പെട്ടതാണ്. ഇവയ്ക്ക് രണ്ടിനും ഔഷധ ഗുണങ്ങൾ സമമായതിനാൽ ഇവ രണ്ടും തഴുതാമയായി ഉപയോഗിച്ചു വരുന്നു. തഴുതാമയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തഴുതാമ സമൂലം ഔഷധയോഗ്യമാണ്. എങ്കിലും വേരാണ് കൂടുതലും ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഔഷധം എന്നതിലുപരി തഴുതാമ നല്ലൊരു ഇലക്കറി കൂടിയാണ്. തഴുതാമയുടെ ഇലകളും തണ്ടുകളും കൊണ്ട് സ്വാദിഷ്ടമായ തോരൻ ഉണ്ടാക്കാം. ഇത് രക്തക്കുറവ് പരിഹരിക്കുന്നതിനും ശരീരത്തിലെ നീരും വേദനയും ഇല്ലാതാക്കുന്നതിനും നല്ലതാണ്. കൂടാതെ ഇത് നല്ല മലശോധനയുണ്ടാക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ആമവാദത്തിനും തഴുതാമയില തോരൻ കഴിക്കുന്നത് നല്ലതാണ്. ഇത് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ എന്നും ചെറുപ്പം നിലനിർത്താനും സഹായിക്കും. മഞ്ഞപ്പിത്തം, വൃക്കരോഗങ്ങൾ എന്നിവയുള്ളവർ ഈ രോഗങ്ങൾ വരാതിരിക്കാനും തഴുതാമ ഇലക്കറിയായി ഉപയോഗിക്കുന്നത് അത്യുത്തമമാണ്. തഴുതാമ ഇലയിട്ട് വെന്ത വെള്ളം ദാഹശമനിയായി ഉപയോഗിക്കാം. ഇത് മൂത്രതടസ്സം മാറ്റുന്നതിനും മൂത്രത്തിലെ കല്ല് ഇല്ലാതാക്കുന്നതിനും വൃക്കയുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഇനി മറ്റു ഗുണങ്ങൾ നോക്കാം. വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗം, മൂലക്കുരു, നീര് മുതലായവയുടെ ചികിത്സയിൽ ആയുർവേദത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് തഴുതാമ. തഴുതാമ ഇലയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്